റവന്യൂ കൃഷി വകുപ്പുകളുടെ ശക്തമായ എതിർപ്പ് അവഗണിച്ച് ആറന്മുള വിവാദ പദ്ധതിയിൽ സർക്കാരിന്റെ ദുരൂഹ നീക്കം. പദ്ധതിയുടെ സാധ്യത തേടി കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് IT സ്പെഷ്യൽ സെക്രട്ടറി. പ്രൊജക്ടിനായി അപേക്ഷിച്ച ടോഫൽ പ്രൈവറ്റ് ലിമിറ്റഡ് കളക്ടർക്ക് സമർപ്പിച്ച കത്തിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന്. ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൽ വേണ്ടെന്ന് തീരുമാനിച്ച പദ്ധതിക്കായി ദുരൂഹ നീക്കം. തിരുവനന്തപുരത്ത് നിന്ന് VS അനുണ്ട്. അനു, വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ചർച്ചകളിൽ റവന്യൂ വകുപ്പും കൃഷി വകുപ്പും നിയമവകുപ്പും വ്യവസായ വകുപ്പും ഒക്കെ സംയുക്തമായി വേണ്ടെന്ന് വച്ച പദ്ധതിക്കാണ് ഒരു പുനർചിന്തനം ആവശ്യപ്പെട്ടുള്ള IT വകുപ്പിന്റെ നീക്കം. എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? സേതുലക്ഷ്മി, ആറന്മുള വിമാനത്താവള പദ്ധതി ഉൾപ്പെടെ നമുക്കറിയാം വലിയ രീതിയിൽ വിവാദമായ സംഭവങ്ങളാണ്. ജനകീയ പ്രക്ഷോഭങ്ങളുടെ വലിയ എതിർപ്പ് കാരണം ആ പദ്ധതി തന്നെ ഒന്നാം പിണറായി സർക്കാർ ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ പിന്നീടാണ് അവിടെ ഒരു IT മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ തുടങ്ങാനുള്ള ഒരു നീക്കവുമായി ടോഫൽ, അതായത് നേരത്തെ KGS ഗ്രൂപ്പ് പേര് മാറ്റി ടോഫൽ എന്ന് പറയുന്ന ടോഫൽ പത്തനംതിട്ട പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങുകയും അവിടെ ഒരു മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ തുടങ്ങാൻ വേണ്ടി സർക്കാരിൽ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തകളും വന്നിരുന്നു. ഈ പദ്ധതിക്കെതിരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, CPI മന്ത്രിമാരായ P പ്രസാദ്, K രാജൻ എന്നിവർ അതിരൂക്ഷമായ ഭാഷയിൽ അതിനെ വിമർശിച്ചിരുന്നു. കാരണം ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമമൊക്കെ കാറ്റിൽ പറത്തുന്ന ആറന്മുളയിലെ ഏറ്റവും കൂടുതൽ അവിടുത്തെ അല്ലെങ്കിൽ ജലസംരക്ഷണത്തിനൊക്കെ വലിയ രീതിയിൽ ആഘാതം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് CPI മന്ത്രിമാർ നിലപാടെടുക്കുന്നു. ഇതിന്റെ ഫലമായി ഇക്കഴിഞ്ഞ ജൂൺ 16-ാം തീയതി ചീഫ് സെക്രട്ടറി ഒരു യോഗം വിളിക്കുന്നു. ആ യോഗത്തിൽ റവന്യൂ സെക്രട്ടറി, അതുകൂടാതെ തന്നെ കൃഷി സെക്രട്ടറി, അതുകൂടാതെ വ്യവസായ, നിയമ, അതുകൂടാതെ ധനകാര്യ സെക്രട്ടറിമാർ എല്ലാവരും ഏകകണ്ഠമായി ഈ പദ്ധതി വേണ്ടതില്ല, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. ഈ 16-ാം തീയതിയാണ് ചീഫ് സെക്രട്ടറി A ജയതിലകിന്റെ അധ്യക്ഷതയിൽ ഇങ്ങനെ ഒരു യോഗം ഓൺലൈനായി ചേരുന്നത്. ആ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുന്നു. ഈ പറയുന്ന IT മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ എന്ന് പറയുന്ന ഒരു പദ്ധതി ആറന്മുളയിൽ വേണ്ട എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ അതിനിടെയാണ് വളരെ നിർണായകം, വളരെ ദുരൂഹമായ, സംശയാസ്പദമായ, അങ്ങേയറ്റം നമുക്ക് ഒരു തരത്തിൽ അസാധാരണമായ ഒരു നടപടി ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് ജൂലൈ 2-ാം തീയതി വീണ്ടും ജില്ലാ കളക്ടറോട് ഈ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, കാരണം ഡ്രൈലാൻഡ് എത്രയാണ്, വെറ്റ്ലാൻഡ് എത്രയാണ്, 2008 മുമ്പ് തരം മാറ്റിയ പാഡി ഫീൽഡ് എത്രയാണ്, നെൽവയൽ എത്രയാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് ഇപ്പോൾ IT സ്പെഷ്യൽ സെക്രട്ടറി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. വളരെ അസാധാരണമായ, ദുരൂഹമായ ഒരു നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് സേതു, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറിയും സെക്രട്ടറിമാരും ചേർന്ന് വേണ്ട എന്ന് തീരുമാനിച്ച ഒരു പദ്ധതിയിൽ എങ്ങനെയാണ് IT സെക്രട്ടറി ഏക്കർ വരുന്ന ഭൂമി, ആ ഭൂമിയിൽ ഈ നെൽവയൽ തണ്ണീർത്തട കാര്യങ്ങളൊക്കെ ഉന്നയിച്ച് വലിയ പ്രതിഷേധമാണ് നടന്നത്. അന്ന് CPIയുടെ ബിനോയ് വിശ്വം അടക്കമുള്ളവർ നിന്ന് വലിയ പ്രതിഷേധമൊക്കെ നടന്നൊരു സംഭവം. അത് പിന്നീട് പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് ഉപേക്ഷിക്കുന്നു. പിന്നീട് വീണ്ടും ഇതിൽ ഒരു പേര്, അനു പറഞ്ഞ പോലെ തന്നെ ഇതേ കമ്പനി, KGS കമ്പനി വീണ്ടും പേര് മാറ്റി വീണ്ടും ഒരു പദ്ധതി നടത്താൻ വേണ്ടി IT വകുപ്പിനെ സമീപിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മന്ത്രിമാർ കൂട്ടം ചേർന്നിരുന്ന് ആലോചിക്കുന്നു. കൃഷി വകുപ്പൊക്കെ കടുത്ത നിലപാടെടുത്ത പദ്ധതിയാണ്. ഇവിടേക്ക് ഇനി ഒരു പദ്ധതി കൊണ്ടുവരുന്നില്ല എന്നൊരു കടുത്ത നിലപാട് സ്വീകരിച്ചു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മറ്റ് വകുപ്പ് സെക്രട്ടറിമാർ ചേർന്ന യോഗത്തിലും അതേ നിലപാട് സ്വീകരിച്ചെങ്കിൽ ഇപ്പോൾ എന്താണ് വീണ്ടും ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ഒരു ആലോചനയിലേക്ക് കടക്കുന്നത്? എന്താണ് ഒരു ബാഹ്യ ഇടപെടൽ ഇതിലെ? സേതു, ആ ഒരു ഇടപെടലാണ് ഇതിൽ ഏറ്റവും നമുക്കും ഒരു ദുരൂഹത അല്ലെങ്കിൽ ആ തരത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം നോക്കൂ, ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും ചേർന്ന് ഒരു പദ്ധതിയിൽ ഒരു ആലോചന നടക്കുന്നു. ഇപ്പോ നമുക്കറിയുന്ന പോലെ ആറന്മുള വിമാനത്താവള പദ്ധതിക്കായി ഇവിടെ നീക്കം നടന്നു. അതിന് പിന്നാലെ നടന്ന പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് CPI ഒക്കെ കടുത്ത നിലപാടെടുത്തതാണ്. അതിന് പിന്നാലെ ഇതേ കമ്പനി പേര് മാറ്റി
ഇനി പുതിയൊരു വ്യവസായം തുടങ്ങാൻ ഇതേ പദ്ധതി പ്രദേശത്ത് ഒരു അപേക്ഷയുമായി IT വകുപ്പിനെ സമീപിക്കുന്നു. അത് വകുപ്പ് മന്ത്രിമാർ അടക്കം ചേർന്ന്, പ്രത്യേകിച്ച് കൃഷിമന്ത്രി P. പ്രസാദും റവന്യൂ മന്ത്രി രാജനും ഒക്കെ കടുത്ത നിലപാട് സ്വീകരിക്കുകയും അവിടെ ഇനി ഒരു തരത്തിലുള്ള പ്രവർത്തനവും അനുവദിക്കില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്ത് അത് അവസാനിപ്പിച്ച ഒരു പദ്ധതിയാണ്. പക്ഷേ അതിൽ വീണ്ടും എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് IT സെക്രട്ടറി ആരായുമ്പോൾ എന്തായിരിക്കും ഇതിന് പിന്നിലെ അസാധാരണ നീക്കം? അങ്ങക്ക് എന്ത് തോന്നുന്നു? ഈ ആറന്മുളയില് വിമാനത്താവളം നിർമ്മിക്കാൻ തീരുമാനിച്ച സ്ഥലത്ത് ഞാൻ കൃഷിമന്ത്രിയായിരിക്കുമ്പോഴാണ് അവിടെ കൃഷി ആരംഭിച്ച് ആ പദ്ധതിയുടെ അവസാനം കുറിച്ചത്. അപ്പൊ അവിടെ വിമാനത്താവളം വരുന്നുണ്ടോ, IT പാർക്ക് വരുന്നുണ്ടോ എന്ന പ്രശ്നമല്ല അവിടെ വളരെ പ്രധാനപ്പെട്ട തണ്ണീർത്തടവും അതുപോലെ പാടശേഖരങ്ങളും നികത്തിയാൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ എതിർത്തിട്ടുള്ളത്. അല്ലാതെ വിമാനത്താവളം എന്ന് പറയുന്ന ഒരു പ്രത്യേക പദ്ധതി എതിർക്കാൻ വേണ്ടിയിട്ടല്ല അതിനെ എതിർത്തിട്ടുള്ളത്. അതിന് കാര്യവും കാരണവും കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായ നിഗമനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ഗവൺമെന്റും ഇന്നത്തെ ഗവൺമെന്റും അന്നേരം എതിർത്തിട്ടുള്ളത്. ഞാൻ ആ കാര്യത്തില് ഞാൻ കൃഷിമന്ത്രി എന്ന നിലയിൽ നേരിട്ട് പോയി അവിടെ വിമാനത്താവളം കൊണ്ടുവരാൻ തീരുമാനിച്ച സ്ഥലത്ത് മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ വിത്തിറക്കി കൃഷി നടത്തി അവിടെ കൃഷി വിജയകരമായി നടപ്പാക്കിയതാണ്. അവിടുത്തെ തോടുകളൊക്കെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് അവിടുത്തെ ഒഴുക്കുകൾ പുനഃസ്ഥാപിച്ചതാണ്. ആ കമ്പനി അതിനുശേഷവും പല രീതിയിലും അവിടെ ആളുകളെ സ്വാധീനിച്ച് ആ പരിപാടി പൊളിക്കാനും അവരുടെ പദ്ധതി പുനരാരംഭിക്കാനൊക്കെ പല ഘട്ടങ്ങളിൽ അവർ തുനിഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും വില പോകാത്ത സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇനി ആ കമ്പനി പേര് മാറ്റി വേറെ ഒരു പദ്ധതിക്ക് വേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് എന്ത് വില കൊടുത്തും അതിനെ എതിർക്കണം എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു വെല്ലുവിളി ഒരു വ്യവസായി നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾ നടത്തി കഴിഞ്ഞാൽ അത് കേരളീയ സമൂഹം അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അത് നമ്മുടെ തണ്ണീർത്തടങ്ങളും നമ്മുടെ കുമാർ, അത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. ഇപ്പോ നോക്കൂ, അങ്ങ് തന്നെ നോക്കൂ, ഇപ്പോ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത് റവന്യൂ സെക്രട്ടറി, കൃഷി വകുപ്പ് സെക്രട്ടറി, നിയമ സെക്രട്ടറി ഒക്കെ, വ്യവസായ സെക്രട്ടറി ഒക്കെ പങ്കെടുത്ത യോഗമാണ്. ആ യോഗത്തിൽ ഇതേ നിലപാടാണ്. ഇപ്പോ മന്ത്രി P. പ്രസാദ് ഒക്കെ പറഞ്ഞത് 2018 പത്തനംതിട്ടയിൽ പ്രളയം വരാനുള്ള ഒരു കാരണം പോലും ഇതൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികൾ അവിടെ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് പറഞ്ഞതാണ്. അങ്ങനെ ക്ലോസ് ചെയ്ത ഒരു പദ്ധതിക്കാണ് വീണ്ടും IT സെക്രട്ടറി അതൊന്നുകൂടി ഒന്ന് തുടങ്ങിക്കൂടെ എന്ന ചോദിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയിരിക്കുന്നത്. അപ്പോ അതിലേതെങ്കിലും തരത്തിലൊരു ബാഹ്യ ഇടപെടൽ ഉണ്ടായിരിക്കുമോ? ഏതെങ്കിലും ഒരു തരത്തിലൊരു ബാഹ്യ സമ്മർദ്ദം അതിന് പിന്നിൽ ഉണ്ടായിരിക്കുമോ? അതെന്തായാലും ആ ബാഹ്യ സമ്മർദ്ദം എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായ ബാഹ്യ സമ്മർദ്ദം ആയിരിക്കില്ല. കാരണം ഇത് ഇനിയും തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഉദ്യോഗസ്ഥന്റെ താല്പര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അത്തരം ഉദ്യോഗസ്ഥന്മാരാണ് പലപ്പോഴും ഇത്തരം പദ്ധതികളുമായി ഇങ്ങനെയുള്ള ആളുകളുടെ ഒപ്പം ചേർന്നുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ളതെല്ലാം ഇതുപോലെയുള്ള പല ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ ഇടപെടലുകളെല്ലാം വളരെ ദുരൂഹമായ ഇടപെടലുകളാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഉദ്യോഗസ്ഥനെ പറ്റിയും അക്കാര്യത്തിൽ ഞാൻ സംശയിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സർക്കാരിനും ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു വിഷയം അദ്ദേഹം ഏത് താല്പര്യം വെച്ചുകൊണ്ടാണ് അത് മുന്നോട്ട് വയ്ക്കാൻ വരുന്നത്? ജനതാല്പര്യം വെച്ചുകൊണ്ടാണോ? ആ ഉദ്യോഗസ്ഥന്റെ പിന്നെ അങ്ങനെ മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് നമ്മൾ വിശദമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. അയാളുടെ താല്പര്യം എന്താണെന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോ വീണ്ടും ഇത് മുന്നോട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകളുടെ മുന്നിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ IT വ്യവസായം വരുമ്പോ ഒക്കെ ഒരുപാട് തൊഴിൽ സാധ്യതകൾ ഉണ്ടെന്നും അതിനൊരുപാട് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വരേണ്ടതുണ്ടെന്നും. ഇപ്പോ ഈ 2024 ഈ നമ്മുടെ നേരത്തെ KGS ഗ്രൂപ്പ് അവര് പേര് മാറ്റി 2024 വീണ്ടും അവിടെ പദ്ധതിക്കായി നീക്കം നടത്തിയത് 7000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്, 10,000 പേർക്ക് ജോലി, ഇതാണ് വാഗ്ദാനം. അല്ല, അങ്ങനെയാണല്ലോ എല്ലാവരെയും ആകർഷിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ ജോലിയും അതുപോലെ തന്നെ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായി. അതായത് അത് വലിയ കാര്യം തന്നെയായിരിക്കാം. പക്ഷേ അത് എവിടെ വേണം എവിടെ വേണ്ട എന്ന് തീരുമാനിക്കാനും കൂടിയുള്ള ഉത്തരവാദിത്തം നമ്മുടെ ഗവൺമെന്റുകൾക്ക് ഉണ്ടാവണം. കാരണം ഗവൺമെന്റുകൾ എന്ന് പറയുന്നത് ഇന്ന് ജീവിക്കുന്നവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരല്ല ഗവൺമെന്റ്. നാളെ ജീവിക്കാനിരിക്കുന്നവരും നാളെ ജനിക്കാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നവരാണ് സർക്കാരുകൾ എന്ന് പറയുന്നത്. സർക്കാരുകൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ചിന്തിക്കാൻ പറ്റും. കാരണം അവർക്ക് അതിന്റെ ആവശ്യം, അവർ പലപ്പോഴും അല്ലെങ്കിൽ ആ വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാലഘട്ടത്തിൽ അവർക്ക് ലാഭം ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ മാത്രം ചിന്തിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും ജോലി ഉണ്ടാവണം, ഇൻവെസ്റ്റ്മെന്റ് വരണം എന്ന കാര്യത്തിലൊക്കെ സർക്കാരുകൾക്ക് താല്പര്യം ഉണ്ടാവണം. പക്ഷേ സർക്കാരുകൾക്ക് എപ്പോഴും ഉണ്ടാവേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതല്ല സർക്കാരുകൾ എന്ന് പറയുന്നത്. അത് വരുന്ന തലമുറയ്ക്ക് വേണ്ടി ജീവിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് സർക്കാർ സംവിധാനങ്ങളുമായിട്ട് മാറേണ്ടത്. പലപ്പോഴും പല ഉദ്യോഗസ്ഥന്മാരും ഇതുപോലെയുള്ള മോഹിപ്പിക്കുന്ന പിന്നെ വാഗ്ദാനങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച്
ഇതിനെ ഗംഭീരമായി കൊണ്ടാടാനും അവരെ പ്രചരിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ പലപ്പോഴും അതിനെ എതിർക്കുന്ന ആളുകൾ വികസന വിരോധികളും രാജ്യദ്രോഹികളും ഒക്കെ ആയിട്ട് ചിത്രീകരിക്കപ്പെടും. ഇതിനൊക്കെ എതിർക്കപ്പെടാൻ കുറെ ആളുകൾ ഉണ്ടാവണം. അത് പരാജയപ്പെട്ടാലും ജയിച്ചാലും, കാരണം തോൽക്കുന്ന സൈന്യത്തിനും പട്ടാൾക്കാർ വേണമല്ലോ. അവിടെ തോൽക്കുമെന്ന് കരുതിയിട്ടല്ല എതിർക്കുന്നത്. തോറ്റാൻ ജയിച്ചാലും ശരി ഇത്തരം കാര്യങ്ങൾ നമുക്ക് എതിർപ്പുണ്ടാവേണ്ടതുണ്ട്. അപ്പൊ ആ ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളോട് അംഗീകരിക്കേണ്ട കാര്യമല്ല ഈ സർക്കാരിനാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ വി എസ് സുനിൽകുമാർ നമുക്കൊപ്പം ചേർന്നതിന്.